ശ്രീ ടി കെ രാജഗോപാൽ, അങ്ങയുടെ വാർത്താ വിവരങ്ങളാണ് ഒരുപക്ഷെ ഈ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ശബരിമല സ്വർണം പൂശുന്ന അടക്കമുള്ള എന്തായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ നടന്നതെന്നത് വാർത്താ ശകലങ്ങളിൽ കൂടെയാണ് ഇന്ന് ആളുകൾ അറിയും. SIT പോലും അതിൻ്റെ വിവരങ്ങളൊക്കെ തേടുകയും ചെയ്തത്. ഇപ്പോൾ അനന്തൻ സൂചിപ്പിച്ച പോലെ വളരെ വേഗത്തിൽ ഈ അന്വേഷണം പോകുന്ന കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒരുപക്ഷെ മണ്ഡല മകരവിളക്ക് തീരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയുമെന്ന് പോലും പ്രതീതി ജനിപ്പിക്കപ്പെട്ടാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് ഇങ്ങനെ ഈ അന്വേഷണത്തിന് സംഭവിച്ചതെന്നാണ് അത് ഇന്നൊരാൾ കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. മറ്റന്നാൾ പോറ്റിയുടെ കാര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാനിരിക്കുന്നു. ഒരുപക്ഷെ പോറ്റിയും പുറത്തിറങ്ങാൻ. അങ്ങനെയെങ്കിൽ ഇത്ര കരുതലോടെ നടത്തിയ അറസ്റ്റുകൾക്കൊക്കെ എന്ത് കരുതലാണ് പിന്നെയുള്ള നടപടികൾ SIT എടുത്തത്? വിഷയം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. നമ്മളിതിനകത്ത് സത്യം തെളിയണം. നമ്മൾ 1998 വിജയമല്യ പൊതിഞ്ഞു കൊടുത്ത സ്വർണം, ആ പൊതിഞ്ഞു കൊടുത്ത 30 കിലോ സ്വർണം നമുക്ക് കണ്ടെത്തണം. അത് തന്നെയാണ് എല്ലാവരുടെയും, സാധാരണ എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ ആഗ്രഹം അതാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അത് കണ്ടെത്തുന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം തന്നെയാണ്. പക്ഷേ അനന്തൻ സൂചിപ്പിച്ചത് ശരിയാണ്. എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു? സ്വാഭാവികമായൊരു ചോദ്യമാണിത്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ നിലപാടും ഇന്നു വരെയുള്ള എൻ്റെ നിലപാടും SIT കൃത്യമായിട്ട് തന്നെ പോകുന്നു തന്നെയാണ്. വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ അന്വേഷണം പോകുന്നുണ്ട്. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ അതിനകത്ത് ഇരിക്കുന്നത്. നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്തൊരു സംശയങ്ങൾ അവരുടെ പേര് പെടുത്തേണ്ടതെന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കേസിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ച് പറയുമായിരുന്നില്ലല്ലോ. എത്രയോ തവണ ഓരോ തവണ വരുമ്പോഴും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. കൃത്യമായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഞങ്ങൾ വളരെ തൃപ്തരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മറ്റേനാൾ ഒരുപക്ഷേ എൻ്റെ അഭിപ്രായം മാറാം. മറ്റേനാളെന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ചിലപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടാകാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ അന്ന് പരിഗണിക്കുകയാണ്. ഒരു കേസിൽ അന്ന് ആദ്യത്തെ FIR ജാമ്യം കിട്ടിയിട്ടുണ്ട്. 90 ദിവസം കഴിഞ്ഞുകൊണ്ട് ജാമ്യമായിട്ടുണ്ട്. രണ്ടാമത്തെ ജാമ്യാപേക്ഷയാണ് ബുധനാഴ്ച വരാൻ പോകുന്നത്. അതിന് വിശദമായ വാദം കേൾക്കുന്നെന്നാണ് പറഞ്ഞത്. ഒരു പക്ഷെങ്കിൽ ആദ്യം ഇങ്ങനെ സംശയിച്ചിരുന്നു, ഇന്ന് തന്നെ ആ ജാമ്യം പരിഗണിക്കുമെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അത് വിശദമായിട്ടുള്ള വാദം കേൾക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസിൻ്റെ ഗൗരവം ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബുധനാഴ്ച വാദം കഴിഞ്ഞ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഉത്തരവും വരുമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ പോറ്റിക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇതിനകത്തിലെ 2 FIR ഒന്നാം പ്രതിസ്ഥാനത്തുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തിൽ. കാരണം പോറ്റിയാണല്ലോ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ നമുക്ക് സംശയിക്കാം. പക്ഷേ അതുവരെ നമുക്ക് SITയുടെ അന്വേഷണത്തെ ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ ഒരു വിവരങ്ങളും ഇതൊക്കെ ഈ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൻ്റെയിലാണ് ഇരിക്കുന്നത്. എന്താണ് SIT സംഭരിച്ചു വെച്ചിരിക്കുന്നത്? അവർ കൊല്ലം വിജിലൻസ് കോടതിയിൽ മറ്റേനാൾ എന്താണ് പറഞ്ഞില്ലേ, നമ്മൾ പറയാം ഒരു മലയാള ഭാഷയെ പറഞ്ഞ് പൊട്ടിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ആവശ്യമായ തെളിവുകളുണ്ടാകും. ഈ പോറ്റി അങ്ങനെയൊന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകത്തക്ക ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ അവരുടെ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മളിതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെ അറിയുന്നുണ്ട്? സർക്കാർ പോലും അറിയുന്നില്ല. SIT നേരിട്ട് തന്നെ ദേവസ്വം ബെഞ്ചിനാണ് കൊടുക്കുന്നത്. അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചില പരാമർശങ്ങൾ കോടതിയുടെ വരുന്നത് കൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെയാണ് ഇനി അഥവാ SITക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇത് വലിയ വ്യാപ്തിയുള്ള കൊള്ളയാണ്. അവരാദ്യം അന്വേഷിച്ച് തുടങ്ങിയ സമയത്ത് ഇത്രയൊന്നും വ്യാപ്തി കരുതി കാണത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെ കരുതിയിട്ടുണ്ടാകില്ല. ഓരോ പരാമർശങ്ങളും കപൂറിൻ്റെ വരെ പരാമർശങ്ങൾ വന്നപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമുള്ള സ്മാർട്ട് ക്രിയേഷൻസും അതേപോലെ തന്നെ ഗോവർദ്ധനും വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വ്യാപ്തി നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ED ഉണ്ട്, അവർക്ക് സമാന്തരമായിട്ട് EDയും പോകുന്നുണ്ട്. SITയോടൊപ്പം തന്നെ EDയും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ അന്ന് കൊല്ലം കോടതി ചോദിച്ചല്ലോ, നിങ്ങൾ ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം തരാൻ പറഞ്ഞ സമയത്ത് അവർ സർവാത്മന അത് കൊടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ എന്തെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്, SIT എന്തെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ സമ്പൂർണ്ണമായ റിപ്പോർട്ട് രഹസ്യാത്മകമായി തന്നെയാണ് കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കിട്ടുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരൊക്കെ പുറത്തു നിന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവരെല്ലാവരും പുറത്തിറങ്ങുകയാണ് എന്നാണ് മറ്റൊരു വിഷയം. അങ്ങ് പറഞ്ഞ പോലെ മറ്റന്നാൾ എന്താണ് തീരുമാനം വരുന്നത്, അപ്പോൾ അങ്ങയുടെ നിലപാടിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.